ചാനലിൽ നമ്മളപ്പോൾ ഇന്ന് ഡേ ഇൻ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിരുന്നു ഇന്ന് ഡേ ഇൻ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സമ്മതിച്ചെടുത്തു. അപ്പോൾ നമുക്കിന്ന് ഡേ ഇൻ ലൈഫ് ചെയ്യാം. പിന്നെ ഇന്ന് പെയിൻറ്റ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. നമ്മുടെ ബെഡൊന്നും അങ്ങനെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഡേ ഇൻ ലൈഫ് ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ചയല്ലയോ, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ രാവിലെ തന്നെ കഴിക്കാൻ പോകുന്നത് ഇഡലിയും സാമ്പാറുമാണ്. അമ്മ അതിപ്പോൾ എടുത്ത് വയ്ക്കും. നോക്കാം. ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒരു ബ്ലൂ കളർ ഷർട്ടും പിന്നെ ഒരു പാൻറ്റുമാണ്. വൈറ്റും റെഡും ചേർന്നൊരു പാൻറ്റുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ കമ്മലൊന്നും ഇടാറില്ല പ്രത്യേകിച്ച്. അതാണ് എൻ്റെ ഒരു കോമൺ സെൻസ്. പിന്നെ അധികം ഞാൻ മേക്കപ്പ് ഒട്ടും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഓർണമെൻറ്റ്സും ഇടാറില്ല. പിന്നെ മുടി ഉണങ്ങുമ്പോൾ ബൺ വെച്ച് മണ്ടയ്ക്ക് ഇട്ടു. അതൊക്കെ കാണാൻ നമുക്ക്. പിന്നെ നമ്മുടെ അനിയനാണെങ്കിൽ രാവിലെ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ പെയിൻ്റ് അടിച്ച വീടിൻ്റെ അവസ്ഥ കാണാം. എൻ്റെ റൂമൊന്നും അവർ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് വേറെ കാര്യമുണ്ട്. ഇതെല്ലാം ഇന്നത്തെ ഡ്യൂട്ടി നിരന്ന് കിടക്കും. ഇന്ന് ഇവിടെ തന്നെയാണ് അടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ആ സമയത്തിരുന്ന് ക്രാഫ്റ്റിംഗ് ചെയ്ത അവസ്ഥയാണ് ഇത്. കുളമായിപ്പോയെന്ന് പറയാം ഗൈസ്. ഫുൾ കുളമായിപ്പോയി കേട്ടോ. പക്ഷെ നല്ല പടമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം. ഞാനും പിന്നെ ചിലവരൊക്കെ വരുന്നുണ്ട്. അമ്മ ഇപ്പം വരും. അപ്പോഴത്തേക്കും നമുക്ക് കസാര ഇരിക്കാമേ, അല്ല സെറ്റ് ചെയ്യിക്കാമേ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വിളക്ക് റൂമിൽ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ തന്നെ. പിന്നെ ഞാൻ എണ്ണിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്താണ്, ഞാൻ എല്ലാം പറയാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തോളൂ. ഇപ്പം അമ്മ ഇറങ്ങും. അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. അമ്മേ ഇഡലി. അമ്മ വേണ്ട ഇഡലി കൊണ്ടിരുന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇഡലി 3 എണ്ണമാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ സാമ്പാറും കൊണ്ട് ചൂട് സാമ്പാർ കേട്ടോ. പുകയൊക്കെ പറക്കുന്നുണ്ട്. നമ്മൾ ഇഡലി എല്ലാം തിരിഞ്ഞ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് TV ആണെങ്കിലാണ് പണി. അപ്പം നമുക്ക് വൈകിട്ട് കാണാം. ബൈ. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് തിന്നത് നമ്മുടെ ഒരു മീൻ വറുത്തതൊക്കെയാണ്. മീൻ വറുത്തതും ചോറും രസവും അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഡേ ഇൻ ലൈഫ് ഉണ്ടല്ലോ എന്ന്. അപ്പം എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ ഗൈസ് കൂടെ. അപ്പം ഞാനും അനിയനും കൂടെ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. നമ്മളപ്പം അവലാണ് കഴിക്കുന്നത്. അവൽ കഴിച്ചാൽ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തൊക്കെ എനിക്ക് കിട്ടും. അപ്പം നമുക്ക് വൈകിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് സന്ധ്യ ആയിട്ടുണ്ട്. ഞാൻ കുളിച്ചൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കുളിച്ച് ഒരുങ്ങി നിൽക്കുവാണ്. വേണ്ട സൂപ്പറായിട്ട് കുളിച്ച് ഒരുങ്ങി ഒരു സ്റ്റൈലിലൊക്കെ നിൽക്കുവാണ്. കുഴപ്പമില്ല എന്ന് ഞാൻ തന്നെ കരുതുന്നു. അപ്പോൾ ഗൈസ് നല്ല രസമാണ്. നല്ല രസം വരുമെന്ന് തോന്നുന്നു. വേണ്ടേ നമ്മൾ നമ്മുടെ വൈഫൈയുടെ അടുത്തേക്കും. അപ്പോൾ ഇടി പൊട്ടി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പൂജാ റൂമിൽ ഇപ്പോൾ 6:30 ആയി. വിളക്കത്തിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആവശ്യം പറഞ്ഞ സാധനങ്ങൾക്ക് മേടിക്കാൻ മിക്കവാറും പോകുമെന്ന്. ഇളമ്പലായിരിക്കും സാധനങ്ങളല്ല, സ്നാക്സ് മേടിക്കാൻ. അപ്പോൾ ചുറ്റുപ്പം കാണാമേ. ഡേ ഇൻ ലൈഫിനിടയിൽ നമ്മുടെ അനിയത്തിയും അനയൊക്കെ വന്നിരുന്നു. പിന്നെ വേണ്ട നമ്മൾ ഒരു കൊച്ചു മാലാകുട്ടി ഉണ്ടാക്കി അതിന് പെയിൻ്റൊക്കെ ചെയ്തിട്ടേക്കും കേട്ടോ. അപ്പോൾ എൻ്റെ നടുക്ക് ഇതേണ്ട ഇങ്ങനത്തെ ഉള്ള സാധനമൊക്കെ വെച്ച് കൊടുത്ത് ലേസി DC എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുകാരാണ് കേട്ടോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിയത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കുക. ഇപ്പം ചിറക് ഉണ്ടാക്കുവാണ്. ചിറക് ഉണ്ടാക്കിയിട്ട് ഇതാ വരുന്നു. മലയ്ക്ക് വേണ്ടി നമ്മൾ ചിറകിന് പകരമായിട്ട് നമ്മൾ എന്തോ കുത്തി വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ക്ലിപ്പാണ് ഗൈസ്. ഇത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് ദാണ്ട് ഇന്ന് ഡേ ഇൻ ലൈഫിന് വേണ്ടി ഞാൻ ചോറിട്ട് ഞാൻ കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഡേ ഇൻ ലൈഫ് ഉണ്ടെന്ന് ഞാൻ ഓർത്തത്. അപ്പം എന്തായാലും ഞാൻ കോമാളി എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ ലൈഫ് തീർന്നിരിക്കും. ബൈ.